നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ തൃക്കാർത്തികയാണ്. വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കാറുള്ളത്. നമ്മുടെ ഈ ഭാരതത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഇങ്ങനെയൊരു ആഘോഷമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ തമിഴ്നാട്ടിൽ ഈ തൃക്കാർത്തിക എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ പൂജയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ കേരളത്തിൽ ഭഗവതി പൂജയ്ക്കാണ് ഈ ദിവസം അധികം പ്രാധാന്യം നൽകുന്നത്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഈ ദിവസം ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എടുക്കുന്ന പുഷ്പമാണ് തുളസി. ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരു അംശമായ ഈ തുളസി ദേവിയുടെ ജന്മദിനം കൂടിയാണ് ഈ തൃക്കാർത്തിക ദിവസം എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കാർത്യായനി ദേവിയുടെ ജന്മദിനമായിട്ടും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ് പരമശിവൻ ത്രിപുര ദഹനം കഴിഞ്ഞ് എത്തിയത് ഈ ദിവസമാണെന്നും അപ്പോൾ പാർവതി ദേവി ദീപം തെളിയിച്ച് പരമശിവനെ സ്വീകരിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ കാർത്തിക നാളിൽ ദീപം തെളിയിക്കുന്നത് എന്നുമാണ്. ഇനി സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട കഥ എന്താണെന്ന് വെച്ചാൽ, താരകാസുരൻ ശിവനെ തപസ്സു ചെയ്ത് ശിവന്റെ പുത്രന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു വരം വാങ്ങിയിരുന്നു. ഈ വരം ലഭിച്ച താരകാസുരൻ അഹങ്കാരത്തോടുകൂടി 3 ലോകങ്ങളും അടക്കി വാണു. അങ്ങനെ താരകാസുരന്റെ ഉപദ്രവം സഹിക്കാതെ ദേവന്മാരെല്ലാം കൂടി പരമശിവനെ തന്നെ അഭയം പ്രാപിച്ചു. താരകാസുരൻ തങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്നും താരകാസുരന് വരം നൽകിയ അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നും ദേവന്മാർ ശ്രീ പരമേശ്വരനോട് ഉണർത്തിച്ചു. ഇത് കേട്ട ശ്രീ പരമേശ്വരൻ ഇതിന് ഉടൻ തന്നെ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് അല്പനേരം ധ്യാനത്തിലിരിക്കുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്നും 6 ശിരസ്സുകൾ ഉണ്ടായി എന്നും ഈ 6 ശിരസിൽ നിന്നും അഗ്നിഗോളങ്ങളെ പോലെ ജ്വലിക്കുന്ന തേജോപുഞ്ചം ഉണ്ടാവുകയും ഈ തേജോപുഞ്ചം അഗ്നിദേവനും വായുദേവനും കൂടി ഗംഗാനദിയിൽ എത്തിക്കുകയും ഗംഗാനദിയുടെ ജലധാരയിലൂടെ അത് ഒഴുകി ശരവണക്കാട്ടിലുള്ള ശരവണപ്പൊയ്കയിൽ ചെന്ന് 6 താമരപ്പൂക്കളിൽ പതിക്കുകയും ചെയ്തു. ഈ തേജോപുഞ്ചം താമരപ്പൂക്കളിൽ പതിച്ചതോടെ തേജോപുഞ്ചം അതിസുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപമായി മാറി. ആ സമയത്തു തന്നെ അതിലൂടെ പോയിരുന്ന കൃത്തികാദേവിമാര് ഈ സുന്ദരന്മാരായ കുട്ടികളെ കാണുകയും അവർ ഓരോരുത്തരും ഓരോ കുട്ടികളെ എടുത്ത് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ലാളിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവിടെ എത്തിയ വായു ഭഗവാനും അഗ്നിദേവനും ഗംഗാദേവിയും ഈ കുട്ടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോഴേക്കും ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും അവിടെ പ്രത്യക്ഷമാവുകയും മഹാദേവന്റെ തേജസ്സിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ഈ കുട്ടി തൻ്റെയാണെന്ന് പാർവതി ദേവി പറയുകയും ആ കുട്ടികളെ എടുക്കാനായി കൈനീട്ടിയപ്പോൾ ആ 6 കുട്ടികളുടെയും ശരീരം ഒന്നായി ചേരുകയും തലകൾ പക്ഷെ 6 എണ്ണമായി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യന് ഷൺമുഖൻ എന്ന പേര് വന്നത്, 6 മുഖം ഉള്ളതുകൊണ്ട്. പാർവതീദേവി ഒരു ശരീരവും 6 മുഖവുമുള്ള ആ ബാലനെ നോക്കി ഇവന് ഒരു മുഖം തന്നെയായിരുന്നു ഭംഗി എന്ന് വിചാരിക്കുകയും അപ്പോൾ തന്നെ മറ്റു മുഖങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് കഥ. ഇവിടെ കൃത്തികാദേവിമാര് ശരവണപ്പൊയ്കയിലുള്ള താമരപ്പൂക്കളിൽ ആ ബാലന്മാരെ കണ്ട ദിവസം തൃക്കാർത്തികയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ദിവസം സുബ്രഹ്മണ്യനെ പ്രാധാന്യത്തോടുകൂടി പൂജിക്കുന്നത്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ കാർത്തികയ്ക്ക് പ്രാധാന്യമുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കാർത്തികയുടെ അന്നാണ് ആലപ്പുഴയിലുള്ള ചക്കുളത്തുകാവിലെ പ്രസിദ്ധമായിട്ടുള്ള പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ ജന്മനാളായിട്ടാണ് തൃക്കാർത്തിക ദിവസം
വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലുള്ള കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഭഗവതിയുടെ തിരുനാളായിട്ടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. തൃശ്ശൂരിലുള്ള വടക്കുംനാഥൻ കുമരനെല്ലൂരിലെ ആ തൃക്കാർത്തിക മഹോത്സവം ദർശിക്കാറുണ്ട് എന്നൊരു കഥയുമുണ്ട്. ആ കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അത് ഒരു തൃക്കാർത്തിക ദിവസം വടക്കുംനാഥനെ ദർശിക്കാൻ വേണ്ടി വന്ന വില്വമംഗലം സ്വാമിയാര് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വടക്കുംനാഥൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ക്ഷേത്ര പരിസരത്തെല്ലാം ഭഗവാനെ തിരഞ്ഞു നടന്നു എന്നാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള മതിലിൻ്റെ അടുത്ത് ഭഗവാനെ ദർശിച്ചു എന്നും, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ കുമരനെല്ലൂർ ഭഗവതി ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളി വരുന്നത് ദർശിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു അത്രേ മറുപടി. ഇന്നും വടക്കുംനാഥൻ അമ്പലത്തിൽ ഈ തൃക്കാർത്തിക ദിവസം ആ സമയത്തുള്ള പൂജ തെക്ക് വശത്താണ് നടത്താറുള്ളത് അത്രേ. പിന്നെ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ രാധാദേവിയെ പൂജിച്ചത് ഈ തൃക്കാർത്തിക ദിവസമാണ് എന്നൊരു കഥയും കേട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ലാതെ പ്രത്യേകിച്ച് ഈശ്വര സങ്കല്പങ്ങളൊന്നുമില്ലാതെ വിളവെടുപ്പ് കഴിഞ്ഞുള്ള ഒരു ആഘോഷം, അതായത് വിളവെടുപ്പ് കഴിഞ്ഞ് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിച്ച് പ്രകൃതിയെ ആരാധിക്കുക എന്നതായിരുന്നു അത്രേ സങ്കല്പം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സമയത്തായിരുന്നു അത്രേ ധാരാളം കിഴങ്ങുവർഗ്ഗങ്ങൾ വിളവെടുത്തിരുന്നത്. ഇവിടെ കഥകളും സങ്കല്പങ്ങളുമെല്ലാം വ്യത്യസ്തമാണെങ്കിലും അജ്ഞതയാകുന്ന അന്ധകാരമകറ്റി മനസ്സും പ്രപഞ്ചവും പ്രകാശപൂരിതമാക്കാനാണ് ഈ ആഘോഷങ്ങളെല്ലാം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമുക്കും ഈ തൃക്കാർത്തികയ്ക്ക് നമ്മുടെ അകത്തും പുറത്തുമുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കി കാർത്തിക ദീപങ്ങൾ തെളിയിച്ച് അകവും പുറവും പ്രകാശപൂരിതമാക്കാം.